നാടകം കളിക്കരുതെന്ന് കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു കോടതിയിൽ നിന്നും. നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി. നോക്കൂ, ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ളൊരു വിധിയിലൂടെ ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വാക്കുകൾ കേൾക്കേണ്ടതാണ്. ഒരു ന്യായാധിപ സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കോടതിയെ തന്നെയും അവഹേളിക്കുന്ന തരത്തിലാണ്. കേട്ടുകേൾവിയില്ലാത്ത നടപടിയല്ലേ ഇത് എന്നാണ് ചോദിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത നടപടിയല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. നാടകം കളിക്കരുത് എന്ന് കോടതി പറയുന്നു. രൂക്ഷമായ ഭാഷയിലാണ് കോടതിയുടെ പ്രതികരണം. ഇന്നലെ തന്നെ ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിലും രൂക്ഷമായ പ്രതികരണമാണ് കോടതി നടത്തിയിരുന്നത്. കേട്ടുകേൾവിയില്ലാത്ത നാടകം എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. നാടകം കളിക്കരുതെന്ന് കോടതി പറയുന്നു. ഇപ്പോൾ ഇതാ റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി. നാടകം കളിക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി പറയുന്നു. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ MR അഭിലാഷും ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നറിയുന്നു. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകും എന്ന സുപ്രധാനമായ വിവരമാണ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. നോക്കൂ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു പൗരനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അടിയുറപ്പോടുകൂടി, എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയുള്ള പരാമർശങ്ങൾ നോക്കൂ. ഒരിക്കൽ കൂടി ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റുകൾ. നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട. ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം. ഇപ്പോൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും കുരുക്കാകുമോ എന്നുള്ളതാണ്. അവസാന നിമിഷം ബോബി ചെമ്മണ്ണൂരിന് ആരുടെയോ തെറ്റായ ഒരു മാർക്കറ്റിംഗ് ഉപദേശം കിട്ടുന്നു. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അദ്ദേഹം തന്നെ വരുത്തിവെച്ച വിനയ് എന്ന് പറയേണ്ടി വരും. അഭിഭാഷകർ പോലും അന്തം വിട്ടുപോയൊരു തീരുമാനമായിരുന്നു ഇന്നലെ വൈകുന്നേരം നമ്മൾ കോടതിയിൽ നിന്ന് കേട്ടത്. ഇന്നലെ ജയിലിൽ നിന്ന് കേട്ടത്. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാകാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട. ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസ് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോടതി നടപടികൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ബോബിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസ് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീണ്ടും ബോബി ചെമ്മണ്ണൂരിന് കുരുക്ക് മുറുകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ അവസാന നിമിഷം ബോബി ചെമ്മണ്ണൂരെടുത്തൊരു തീരുമാനം ബോബി ചെമ്മണ്ണൂരിന് തന്നെ വീണ്ടും കുരുക്കായി മാറുകയാണ്. ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസ് നൽകും എന്ന് ഹൈക്കോടതി പറയുന്നു. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കോടതിയിൽ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. കോടതി ഈ റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട, നാടകം കളിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന വിധിന്യായത്തിലും വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഹൈക്കോടതി നടത്തിയിരുന്നത്. ആ പ്രതികരണങ്ങളിൽ ഒന്ന്, ഏതെങ്കിലും തരത്തിൽ ഇത്തരം സ്ത്രീകളെ അപമാനിക്കുന്നത് സ്വയം വിമർശിക്കുന്നത് പോലെയാണ്, അഥവാ സ്വന്തം വിലയിരുത്തൽ പോലെയാണ് എന്ന ആമുഖത്തോടു കൂടിയാണ് ആ വിധിന്യായം എത്തുന്നത്. ആ വിധിന്യായത്തിൽ ആരെയും ബോഡി ഷേമിംഗ് നടത്താനുള്ള അനുവാദം ആർക്കും ലഭിച്ചിട്ടില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോടതി കർശനമായി തന്നെ പറയുന്നുണ്ട്. കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തെടുക്കേണ്ട. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാചകം പ്രേക്ഷകർ കേട്ടതാണ്. മറ്റു തടവുകാരുടെ, പെറ്റി കേസുകളിലുള്ള തടവുകാരുടെ കേസിൽ അവർക്ക് സാങ്കേതികമായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പണം നൽകാൻ, ജാമ്യത്തിന് കെട്ടിവയ്ക്കാനുള്ള പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കാനാണ് ഒരു ദിവസം എടുത്തത് എന്ന വിചിത്രമായൊരു ന്യായം പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഹൈക്കോടതി തള്ളുന്നു. റിമാൻഡ് തടവുകാരുടെ വക്കാലത്തേറ്റെടുക്കേണ്ട എന്നാണ് ബോബി ചെമ്മണ്ണൂർ എന്തായാലും വാങ്ങിവെച്ച വിനയ് എന്ന് പറയേണ്ടി വരും. ചോദിച്ചു വാങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഇന്നലെ വൈകുന്നേരം ആ ജാമ്യ ഉത്തരവ് ലഭിച്ച ഉപാധികൾ അനുസരിച്ച് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങാനുള്ള ബോബി ചെമ്മണ്ണൂർ, പക്ഷേ ആരുടെയോ ഒരു നിർദ്ദേശപ്രകാരം, എവിടെ നിന്നോ ലഭിച്ച ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയായിരുന്നു. തൻ്റെ കൂടെയുള്ള സഹതടവുകാരുടെ ജാമ്യം കൂടി കിട്ടിയിട്ടേ താൻ പുറത്തിറങ്ങുന്നുള്ളൂ എന്നാണ് പറഞ്ഞതെങ്കിലും ഇന്ന് രാവിലെ കോടതി അഭിഭാഷകരെ വിളിച്ചതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അടിയന്തരമായി ആ തീരുമാനം മാറ്റുകയും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തത്.